രണ്ട് മനുഷ്യന്മാർ പരസ്പരം സംസാരിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ബെനിഫിറ്റ്, അതാണ് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? അല്ലാതെ മനുഷ്യന്മാർക്ക് പരസ്പരം മനുഷ്യന്മാരുമായിട്ട് സഹകരിച്ചാൽ അവിടെ മനോഹരമായൊരു ജീവിതം ഉണ്ടെന്നും ഈ വേണ്ടാത്ത പൊട്ടത്തരങ്ങളിൽ നിന്ന് മാറാൻ സാധിക്കും എന്നുള്ളത് ആരും അറിയണില്ല. അത് സ്വയം നശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ, മനസ്സിലായ? കാരണം അവർ നശിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് വരണമെങ്കിൽ ആദ്യം എന്ത് വേണം? ഞാനിത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഭാഗവും ഞാൻ നശിക്കുന്നുണ്ട് എന്നുള്ള ഭാഗവും അയാളിൽ തന്നെ ഒരു ഉറപ്പിൽ വരണം. എന്നാലല്ലേ ഞാനിത് ചെയ്യുന്നുണ്ട്, എനിക്കിതിൽ നിന്ന് മാറണം എന്നുള്ളൊരു താല്പര്യം വരുമ്പം, ആ ഒരു വ്യത്യാസം വരുമ്പോഴല്ലേ ഈ പറയുന്ന മനുഷ്യന് ജീവിക്കാനുള്ളൊരു താല്പര്യം വരുള്ളൂ. ഇതെന്താ ചെയ്യണത്? ഇത് നടക്കൂല. എനിക്ക് മദ്യപാനത്തിൽ നിന്ന് ഒരാൾക്ക് മാറാൻ പറ്റൂല, മയക്കുമരുന്ന് ഒരാൾക്ക് മാറാൻ പറ്റൂല. അത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയാലും പിന്നെയും ഇത് തന്നെ വരും. ഇങ്ങനെയുള്ള കുറേ ന്യൂസ് തലയിൽ കയറ്റിയിട്ട് ഇവർക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റണില്ല. എന്നിട്ട് ഇവരെ കൂട്ടുകാർ നിർത്തിയിട്ട് പിന്നെയും ഇത് തുടങ്ങിയ കഥകൾ മാത്രമേ ഇവർക്ക് പറയാനുള്ളൂ. കാരണം എന്താ? ഇവരാണ് ഈ പറഞ്ഞ വ്യക്തിയുടെ കൂട്ടുകാരായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? ചന്ദനം ചാരിയാൽ മാത്രമേ ചന്ദനം മണക്കുള്ളൂ, ചാണകം ചാരിയാൽ ചാണകമേ മണക്കും. അപ്പം നമ്മുടെ കൂട്ടുകാർ ഇപ്പോഴും കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് സത്യസന്ധമായൊരു ബന്ധമില്ലാത്തത് കൊണ്ടാണ്. നമ്മൾ അവരെ നിരന്തരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മളും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മറിച്ച് നമ്മൾ നമ്മുടെ ലൈഫിൽ നമ്മളായിട്ട് നിൽക്കുന്ന അവസ്ഥ, നമ്മളെ നശിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് മാറാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ ഇതേ ശരീരം തന്നെയല്ലേ അടുത്ത ആളെടുത്തുള്ളത്. എന്താ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളത്? അപ്പോൾ എല്ലാത്തിലും ബിസിനസ്സും പൈസയും ലാഭവും ഒന്നുമല്ല. മനുഷ്യന്മാർ പരസ്പരം അടുക്കുമ്പം ഒരുപാട് വ്യക്തതയാണ്. കാരണം എന്താ? ഒന്നിനു വേണ്ടി അല്ലാത്തൊരു ബന്ധം ഉണ്ടായി വരുമ്പോൾ തന്നെ അവിടെ നിലനിൽക്കുന്ന അവസ്ഥയുമായിട്ടുള്ള ആ ബന്ധം കൃത്യമായിട്ട് തുറന്നു വരും. അപ്പം എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളും വേണ്ടാത്ത രീതിയിലുള്ള അനാചാരങ്ങളും എന്തുകൊണ്ട് എന്ത് കാര്യങ്ങൾ ചെയ്യണം എല്ലാം മാറിപ്പോവും. അതിന് വേണ്ടിയിട്ടാണ് ബന്ധം എന്ന് പറയുന്നത്. ഇത് പരസ്പരം ആരും തമ്മിലൊരു ബന്ധമില്ല. എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിച്ചു പോണ ചില ബന്ധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പം അത് മനസ്സിലാവാത്തതും അതിനെ ശ്രദ്ധിക്കാൻ സാധിക്കാത്തതും. ആ ദുഃഖത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ശ്രദ്ധ വന്നിരിക്കും. വളരെ സിമ്പിളാണ്.